ഹായ് ഹലോ അസ്സലാമു അലൈക്കും മുത്തുമണികളെ. അപ്പോ വിട്ട് പുതിയ ഐറ്റംസ് വന്നിട്ടുണ്ട്. അടിപൊളി ഇപ്പൊ ഇറങ്ങിയിട്ടുള്ളതാണ്. ചൂടാറിയിട്ടില്ല. നിങ്ങളെ മുന്നിൽ തന്നെ അത് കൊണ്ടുവരാന്ന് വിചാരിച്ചു. കാണുന്നതിന്റെ മുമ്പ് രണ്ട് വാക്ക് നിങ്ങളോട് സംസാരിക്കാന്നുള്ളതാണ്. ജലദോഷമൊക്കെ പിടിച്ചിട്ട് സൗണ്ടൊക്കെ പോയി കൊടുക്കുകയാണ്. ചുമ ഭയങ്കരമാണ്. അതൊന്നും ഒരാദ്യമായിട്ട് പറഞ്ഞില്ല, എല്ലാവർക്കും ഉള്ളതാണല്ലോ. നിങ്ങൾക്കൊക്കെ അസുഖങ്ങളൊക്കെ വന്ന് മാറിയോ? എല്ലാവർക്കും അള്ളാഹു രോഗങ്ങളൊക്കെ ശിഫാക്കി കൊടുക്കട്ടെ, എല്ലാവരുടെയും ജീവിത റാഹത്തിലാക്കി കൊടുക്കട്ടെ. എന്തായാലും ആ സുഖാണെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് ഇന്ന് രാവിലെ തന്നെ പുല്ലൂരാന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് നമുക്ക് കസ്റ്റമർ ഉണ്ടായിരുന്നു. കസ്റ്റമർ മാത്രമല്ല കേട്ടോ, എന്നെ ആദ്യം അറിയുന്ന ആളാണ്. പക്ഷെ വന്നിട്ട് നേരിട്ട് വന്നിട്ട് പറയാന്ന് വിചാരിച്ചു. ഞാൻ ആദ്യം ഷോപ്പ് നടത്തിയുള്ള കാലത്തൊക്കെ എന്നെ പരിചയമുണ്ട്. അപ്പോ എന്താ പറയാന്ന്, അവര് 2 ദിവസം മുമ്പ് വിളിച്ചിരുന്നു. അപ്പൊ കൊടുക്കരുത്, അവിടെ വെക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതുപോലെ പല ആൾക്കാരും വിളിച്ച് പറയാറുണ്ട്. ഞാന് മാറ്റി വെച്ചിട്ടുണ്ട്. അതുപോലെ തിരുവനന്തപുരത്ത് നിന്ന് വിളിച്ചിട്ടുണ്ട്. പല സ്ഥലത്തുനിന്ന് ഇപ്പൊ ലക്ഷദ്വീപിൽ നിന്ന് വരെ നമുക്ക് ഓർഡർ വന്നിട്ടുണ്ട്. അപ്പൊ വിളിച്ചിട്ട് അവര് 10-25 പീസാണ് അവർ ഓർഡർ പറഞ്ഞിട്ടുള്ളത്. അത് എത്തിക്കേണ്ടത് ആലപ്പുഴക്കാണ്. അപ്പം അവിടുന്ന് അവര് നാട്ടിലേക്ക് പോകുമ്പോൾ കൊണ്ടുപോകാനാണെന്ന് പറഞ്ഞു. ചിലപ്പോ അത് ആവശ്യമുള്ളതായിട്ട് തോന്നും. പക്ഷെ എങ്ങനെ ചിലപ്പം വെറുതെ ഒരു വാക്ക് പറയുന്നതായിരിക്കാം, ഒരു രസത്തിന് നമ്പർ കിട്ടിയിട്ട് അങ്ങനെ പറയുന്നതായിരിക്കാം. പക്ഷെ നമ്മൾ ഉപജീവന മാർഗമാണ്. ചില ആൾക്കാർ അത് സത്യസന്ധമായിട്ട് പറയും ചെയ്യും. ഈ പെണ്ണുങ്ങളെ തന്നെ ഉണ്ടിട്ട നല്ല ഉടായ്പ സാധനങ്ങൾ ഒരു ആവേശത്തിന് എടുത്ത് പറയും. നമ്മളത് വിശ്വസിച്ച് മാറ്റി വെക്കും. പക്ഷെ ഇത്രയും കാലത്തെ ജീവിതത്തിന്റെ ഒരു അനുഭവം കൊണ്ട് തന്നെ നമുക്കത് മനസ്സിലാക്കാൻ ഏകദേശം പറ്റും. പിന്നെ ബിസിനസ് ആണ്, നമ്മൾ ഒരാൾക്ക് വേണ്ടിയിട്ട് മാറ്റി വെക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഈ സംഭവം. ക്യാഷ് തരെ കൊണ്ടുപോവുക, അത് കഴിഞ്ഞാൽ നമ്മൾ വേറെ വാങ്ങുക, അവർ ക്യാഷ് തരെ കൊണ്ടുപോവുക. ഇതാണ് നമ്മളെ ബിസിനസ് എന്ന് പറയുന്നത്. ജീവിത മാർഗമാണ്. ഒരാൾക്ക് വേണ്ടി മാറ്റി വെച്ചിട്ട് ആ ആൾ വന്നില്ലെങ്കിൽ, വന്ന ആൾക്കാർ ഇഷ്ടപ്പെട്ടാൽ നമ്മളെ കൊടുക്കാതെ ഇരുന്നാല് നമ്മളെ ബിസിനസ് നടക്കൂല. അപ്പൊ നമുക്ക് ഒരാൾക്ക് വേണ്ടിയിട്ട് മാറ്റി വെക്കാൻ പറ്റില്ല. അപ്പൊ പല ആൾക്കാരും പറഞ്ഞിട്ട് കുറേശ്ശെ ഞാൻ മാറ്റി വെച്ചിരുന്നു. അപ്പൊ അതെല്ലാം ഇപ്പൊ വിറ്റ് കഴിഞ്ഞു. അപ്പൊ നമുക്ക് കുറച്ച് പീസ് മാത്രം ബാക്കിയുള്ളൂ. അപ്പൊ ഞാൻ വിചാരിച്ചു കുറച്ചും കൂടെ കൊണ്ടുവരാമെന്ന്. അങ്ങനെ കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. കോട്ടന്റെ അടിപൊളി പ്യൂർ കോട്ടൺ, അടിച്ച പൊളി. ഇപ്പൊ ഇറങ്ങിയിട്ടുള്ള ഇന്നലെ രാത്രി ചാക്ക് വന്നിട്ടുള്ളൂ. അതിന്റെ പാർസലിന്റെ പീസ് പൊട്ടിച്ചെടുക്കണമെന്നുള്ളായിരുന്നു. ഞാൻ പോയപ്പോ നല്ല തിരക്കാണ്. പക്ഷെ ഞാൻ എനിക്ക് വേണ്ട കുറച്ച് പീസ് എടുത്തിട്ടുണ്ട്. അപ്പൊ ഏതായാലും നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പീസുകൾ, നമ്മളെ വിലയിൽ ഒരു മാറ്റവും ഇല്ല കേട്ടോ. വില അത് തന്നെ, ₹1 മാത്രം കൂടിയിട്ടുണ്ട്. 165 രൂപ. അതൊരു കൂടുതലല്ല എന്ന് നിങ്ങൾക്കറിയാം. കാരണം എന്റെ പോക്ക് വരവ്, എന്റെ കൂടെ വരുന്ന ആൾക്കാരും അവരുടെ ചെലവും മറ്റുള്ള കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് എനിക്കതിന് ഒരു ലാഭം ഇല്ല. പക്ഷെ ഞാൻ പറഞ്ഞില്ല, എനിക്ക് ബിസിനസ് ഭയങ്കര പാഷനാണെന്ന്. അപ്പൊ എന്റെ ചെറിയ ഒരു ഇതിൽ വെച്ചിട്ട് എന്താണ് പറയാ, ചെറിയൊരു ബിസിനസ് കൊക്കിന് ഒതുങ്ങുന്നല്ല എനിക്ക് കൊത്താൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ മാതിരി ആ ഒരു ഇതിൽ വെച്ചിട്ട് എനിക്ക് ചെയ്യാൻ ആഗ്രഹം ഉണ്ടായതുകൊണ്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബിസിനസ്സാണ്. അതിൽ കൂടെ പ്ലസ് ഞാൻ ആഗ്രഹിക്കുന്ന എന്നെ പോലെ എല്ലാ സ്ത്രീകളും എന്തെങ്കിലും ആയിട്ടൊരു കുടിൽ വ്യവസായമായിട്ടും ചെറുതായിട്ടൊരു ബിസിനസ്സിലേക്ക് ഇറങ്ങണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. ആദ്യമൊക്കെ ചിലപ്പോൾ നമ്മളെ സംഭവങ്ങൾ നമ്മൾ ചെയ്യുന്ന ബിസിനസ് ആൾക്കാർ അറിയണമെന്നില്ല. ഞാനിപ്പോ ഇവിടെ വന്നിട്ട് ആകെപ്പോ 1-2 മാസം എല്ലാം കഴിഞ്ഞിട്ട് 2-3 മാസം കഴിഞ്ഞു. ഈ 3 മാസം കഴിഞ്ഞിട്ടില്ല, 3-ാമത്തെ മാസത്തിലേക്ക് കടന്നിട്ടുള്ളൂ. 3-ാമത്തെ മാസത്തിന്റെ വാടക നമ്മൾ കൊടുത്തില്ല. അപ്പൊ ആ ഒരു 3 മാസം കിടക്കുന്നതിന്റെ ഉള്ളിൽ ഇത്രയൊക്കെ അൽഹംദുലില്ലാഹ് റബ്ബിന്റെ സ്തുതി, ഇത്രയൊക്കെ നമുക്ക് ആയല്ലോ. അപ്പൊ അത് നമ്മൾ ഈ ടൗണിൽ വന്ന് നിൽക്കുന്നതുകൊണ്ട്, ഷോപ്പിൽ വന്ന് നിൽക്കുന്നത് കൊണ്ട് മാത്രമായിരിക്കാം. പക്ഷെ വീട്ടിന്റെ ഉള്ളിലുള്ളവർക്ക് എല്ലാവർക്കും അത് അങ്ങനെ അതാവണമെന്നില്ല. അതുകൊണ്ട് വെയിറ്റ് ആൻഡ് സീ. നിങ്ങൾ കാത്തിരിക്കുക, നിങ്ങൾ പ്രയത്നിക്കുക. നിങ്ങൾ സ്റ്റാറ്റസ് ഇട്ടിട്ടും അതുപോലെ തന്നെ മറ്റുള്ളവരോട് ഷെയർ ചെയ്തിട്ടും അതുപോലെ ഇത് കൊണ്ട് നമുക്ക് വേറെ എന്തെല്ലാം രീതിയിൽ ചെയ്യാൻ പറ്റും ഇത് നോക്കാം. ഇതേപോലൊക്കെയുള്ള സംഭവങ്ങൾ ഇപ്പൊ ട്രെൻഡിങ് ആയിട്ടുള്ള ടോപ്പാണ് ഈ സംഭവം. അടിപൊളിയാണ്. നല്ല ലൈസൊക്കെ വെച്ചിട്ട് ഇതേപോലെ ചെയ്തു കൊടുത്താൽ ഒരു കുഴപ്പമില്ല. ഡബിൾ സ്റ്റിച്ച് വെച്ച് ചെയ്തു കൊടുക്കുക. നമ്മൾ കുറഞ്ഞ തുക മേടിക്കുക. കാരണം ഒരു ടോപ്പ് ചെയ്യുന്നതിന് തന്നെ 200-250 രൂപ വരും. ഇങ്ങനത്തെ ടോപ്പ് ചെയ്യുന്നതിന് 300 റുപ്യന്റെ അടുത്ത് വരും. കാരണം ഇതിന്റെ വർക്കും ഇതിന്റെ കട്ടിങ്ങും ഇതിന്റെ ലൈസും ഒക്കെ നോക്കി വരികയാണെങ്കിൽ ഇതിന്റെ താഴെ ഫ്രില്ലൊക്കെ ഉണ്ട്. 300 റുപ്യ എന്തായാലും കൊടുക്കേണ്ടി വരും. പക്ഷെ അത് ഡബിൾ സ്റ്റിച്ച് വെച്ചിട്ടാണ്. പക്ഷെ നമ്മൾ റെഡിമെയ്ഡ് അതിൽ ചീപ്പ് റേറ്റിൽ കിട്ടും. എന്താ സംഭവിച്ചത്, ഒന്നാമത്തെ സ്റ്റിച്ചിങ് അതിന്റെ കറക്റ്റ് ആവണമെന്നില്ല, കൺഫേമായ സ്റ്റിച്ചിങ് ആവില്ല. 2, അത് നല്ല ബൾക്കായിട്ട് കൊണ്ടുപോകുന്ന സാധനമാണ്. ബൾക്കായിട്ട് പോകുമ്പോൾ അവർക്കത് ചീപ്പ് റേറ്റിന് വിറ്റാലും അവർക്ക് അതിന് മുതലാവും. നമുക്കതല്ല, നമുക്ക്
വിരലിലാവുന്ന ഐറ്റംസ് അല്ലെങ്കിൽ അത്ര കണ്ട നമ്മളൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പൊ കൂടുതലും ഞാൻ പറയുന്നില്ല, അതിനൊക്കെ നമുക്ക് ഇനിയും വരാമല്ലോ അല്ലെ. അപ്പൊ നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് ബിറ്റിലേക്കാണ്ട് പോവാല്ലോ അല്ലെ. അപ്പൊ ബിറ്റ് കാണിക്കാതെ നോക്കാണ്. ബ്ലാക്കിലാണ് ഫസ്റ്റ് വരുന്നത് തന്നെ. ബ്ലാക്കിൽ ഗോൾഡന് ഡോട്ടാണ് വരുന്നത്. അതും ഈ ഡോട്ട് നോക്കണേ അടിച്ചു പൊളിയല്ലേ സംഭവം. എനിക്കിത് കണ്ടപ്പോ ഭയങ്കരമാണ് ഇഷ്ടപ്പെട്ടിട്ടോ. ഇതിലിതാ ടോപ്പ് ചെയ്താൽ അടിപൊളിയാണ്, മാക്സി ചെയ്താൽ അടിപൊളിയാണ്. സംഭവം ചീറുട്ടോ, കിഡുമാണ് ഐറ്റംസ്. ഇത് കോട്ടന്റെ ആണ് കേട്ടോ. അപ്പൊ ഈ കോട്ടന്റെ ടോപ്പുകളാണ് ഇപ്പൊ ഞാൻ കാണിക്കുന്നത്. ഇതില് ഇപ്പൊ വന്നിട്ടുള്ള മോഡലുകൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളി. അപ്പൊ നിങ്ങൾക്ക് എന്തായാലും ആവശ്യം വരും. ഇത് പെട്ടെന്ന് വിറ്റ് പോകുന്ന സാധനമാണ്. ഇതിനകത്ത് അടിയും പിടിയാണ് ഞങ്ങൾ പോയി കൊടുത്ത്. അപ്പൊ എന്തായാലും ഇത് ഗ്രീൻ കളർ, ഡാർക്ക് ഗ്രീൻ ആണ്. അതിൽ ഗോൾഡന് ഇത് അതേപോലുള്ള ഡോട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പൊ അടിച്ചു വിടാൻ നിങ്ങൾക്ക് അടുത്തത് വേണമെങ്കിൽ അടുത്ത് കാണിച്ചു തരാം കേട്ടോ. ഇതിൽ ഇതേപോലുള്ള നമ്മളിപ്പോ കാണുന്ന അതേപോലുള്ള ഈ ടോപ്പ് ഇതാ, ഈ ടോപ്പ് ചെയ്താൽ അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പൊ ഇത് ഗ്രീന്, ഞാന് അതിന്റെ തന്നെ ഒരുപാട് കളറ്, 2-3-4 കളറ് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ തന്നെ ഈ കളർ നോക്കൂ, മെറൂൺ, ഡാർക്ക് മെറൂൺ ആണ് അത്. ഇതിലും അതേപോലെ തന്നെ ഡോട്ടാണ് പ്രിന്റ് വന്നിട്ടുള്ളത്. അടിച്ച പൊളിയാണ് കേട്ടോ. അപ്പൊ ഇതും അതേപോലെ തന്നെ, ഞാൻ എനിക്ക് എന്താണെന്ന് അറിയില്ല, അത് ആ ഡോട്ട് കണ്ടോ ഭയങ്കര ഇഷ്ടമായിട്ടാ. അപ്പൊ അത് കാരണം ഞാൻ അതിന്റെ പല കളർ എടുത്തിട്ടുണ്ട്. അപ്പൊ ഇതും ഒരു വെറൈറ്റി കളറാണ്, ഒരു കോഫി. ആ തന്നെ ഇതൊരു ഭംഗിയെന്നാണ് ഈ കോഫി കളറ്. അപ്പൊ ഈ കളർ ഇഷ്ടപ്പെട്ടാ, നിങ്ങൾ ഈ കളർ ഇഷ്ടപ്പെട്ട കളർ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. എന്താ വെച്ചാല് നിങ്ങൾ വാങ്ങിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഏതൊക്കെ കളർ ഇഷ്ടപ്പെടുന്നുണ്ട്, ഏതൊക്കെ പ്രിന്റ് ഇഷ്ടപ്പെടുന്നുണ്ട്, ഏതൊക്കെ ഡിസൈൻ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അത് നമുക്ക് നമ്മൾ ബിസിനസ് ചെയ്യുമ്പോൾ നമുക്ക് താല്പര്യം ഉണ്ടാവുമല്ലോ. എത്ര ആൾക്കാർ എന്നെ ഞാൻ എടുക്കുന്നത്, ഞാൻ എന്റെ മാത്രം ഇഷ്ടം കൊണ്ട് എടുക്കുന്നത്. ഇന്ന് പോകുമ്പോ എന്റെ മകളാണ് എന്റെ കൂടെ ഉണ്ടായിരുന്നത്. അപ്പൊ അവളെയും കൂടെ ഇഷ്ടം, നിന്റെയും കൂടെ ഇഷ്ടം കൂടെ മിക്സ് ഇതിലുണ്ട് കേട്ടോ. അപ്പൊ അതുകൊണ്ട് നിങ്ങളെയും കൂടെ ഇഷ്ടങ്ങൾ അറിയുമ്പോഴല്ലേ നമുക്ക് ഇനിയും അങ്ങനെയുള്ള എടുക്കാൻ പറ്റുള്ളൂ. അടുത്ത ഡിസൈൻ വരുന്നത് സൂപ്പർ ഐറ്റംസ്. ആ ഡാർക്ക് ഗ്രീനില്, ഗ്രീൻ എന്നുള്ളത് ബ്ലാക്ക് ആണെന്നൊക്കെ തോന്നും. ബ്ലാക്ക് ആണ് കേട്ടോ. ബ്ലാക്കില് അടിച്ച് പൊളി പ്രിന്റ് കണ്ടോ, അടിച്ച് പൊളി ഗോൾഡൻ വർക്കിൽ പ്രിന്റ് വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ വരുന്നത് ഇങ്ങനത്തെ ആണ് കേട്ടോ. ഇപ്പൊ പുതിയ കാര്യം നേർച്ചൊക്കെ ആയിട്ടാണ് ഇങ്ങനത്തെ വരുന്നത്, അല്ല ഡിസംബർ ആയിട്ടാണെന്ന് അറിയില്ല. അപ്പൊ ക്രിസ്മസിന്റെ ആണ് കേട്ടോ അവർ പറഞ്ഞത്. അങ്ങനെയാണ് ക്രിസ്മസ് ന്യൂ ഇയർ ഒക്കെ ആയിട്ട് പുതിയ മോഡൽ വന്നതാണ് എന്ന് പറഞ്ഞിരുന്നു. അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ്. അപ്പൊ അതാ ഇതും ബ്ലാക്കിലാണ് വരുന്നത്. ഇത് നോക്കണേ, ഇത് ഇങ്ങനെയാണ് വരിക. ഈ ലൈനിൽ വന്ന എന്താന്ന് പറയാ, ചീറുവേ. ഇത് ഒരു ടോപ്പ് ചെയ്താൽ മതിയോ, അടിച്ചു പൊളിയായിരിക്കും. മാക്സിന്റെ ടോപ്പ് ചെയ്തൊക്കെ ചീറുട്ടോ. അപ്പൊ ഇത് നോക്കിയേ, നിങ്ങൾക്ക് ആവശ്യപ്പെട്ട കളറുകളൊക്കെ പ്രിന്റും ഡിസൈനും ഒക്കെ എടുക്കുക. ഇത് അങ്ങനത്തെ ഡിസൈനാണ്. ഇത് ലൈനാണ്. ഈ ലൈനിൽ ഞാന് വേറെ എടുത്തിട്ടുണ്ട് കേട്ടോ. ലൈനിൽ കുറെ എടുത്ത് വെച്ചിരുന്നു. പിന്നെ നമുക്ക് നമ്മുടെ കയ്യിൽ കപ്പാസിറ്റി ഇല്ലാത്ത കാരണം അങ്ങനെ തന്നെ തിരിച്ചു കൊടുത്തു. പിന്നെ നമുക്ക് ഇതേപോലെ തിന്നലും കുടിക്കലൊക്കെ വേണം, ഞാനും ഓണോ പെട്രോളും ഒക്കെ വേണ്ടേ. ഇതാ നോക്കാണ്, ഇത് വേറൊരു കളർ, ഒരു കോഫി തന്നെ. കോഫിയില് ഗോൾഡൻ ഡിസൈൻ. ആഹാ ആഹാ ആഹാ, അടിച്ചുപൊളിയല്ലേ. അപ്പൊ എന്താ പറയാ, എല്ലാം എടുത്തിട്ട് ഇടാനൊക്കെ തോന്നും. ഇത് വേറൊരു ഡിസൈൻ. ഈ ഡിസൈനെ കാണിച്ചിട്ടില്ലല്ലോ, ഇല്ലല്ല. ഇത് കാണിക്കുന്ന ആദ്യമായിട്ടാണ് ഈ ഡിസൈൻ കാണിക്കുന്നത്. ഈ ഡിസൈനിൽ ബ്ലാക്കിൽ തന്നെ ഫസ്റ്റ് വരുന്നത്. സൂപ്പർ അല്ലേ. ഇതും ഗോൾഡൻ വർക്കിലാണ് വരുന്നത്. ഗോൾഡൻ വർക്കല്ല, ഗോൾഡൻ പ്രിന്റിലാണ് വരുന്നത്. അപ്പോ ഇത് ഇങ്ങനെയുള്ള ഒരു ഡിസൈനാണ് വരുന്നത്. കണ്ടാ, സൂപ്പർ. ആ അടിപൊളി ഉണ്ടോ. ഇനി അതിന്റെ തന്നെ വേറൊരു കളറും കൂടെ ഉണ്ട്. ഇതിനൊക്കെ കുറെ കളർ ഞാൻ വേറെ എടുത്ത് മാറ്റി വെച്ചതായിരുന്നു കേട്ടോ. പക്ഷെ എനിക്ക് സംതിങ് അങ്ങോട്ട് കയ്യിലില്ല. അത് കാരണം ഞാൻ കുറച്ചേ എടുത്തുള്ളൂ. അപ്പൊ നിങ്ങളൊക്കെ ഇത് എടുക്കുകയാണെങ്കിൽ ഇനി ഞാൻ വെറൈറ്റി കൊണ്ടുവരും. അടിച്ചുപൊളിയല്ലേ, സൂപ്പർ ആയിട്ടില്ലേ. കളർ നോക്കി കോഫിയില് നല്ല രസണ്ടാ. ഏതൊരാൾക്കും ഇടാൻ പറ്റുന്ന ഒരു കളറാണ് കേട്ടോ. അതൊക്കെ സൂപ്പർ കളറാണ്. അപ്പൊ വേറൊരു ഐറ്റം പറയാണ്ട്. ഇത് നമ്മളെ ചെറിയ പ്രിന്റ് നിങ്ങൾ കണ്ടിട്ടുള്ളൂ. ഇനി കുറച്ച് വലിയ പ്രിന്റ് കാണാം. ആ മക്കളെ, ഇതിന് കുറെ ഐറ്റംസ് ഉണ്ട് കേട്ടാ.
നമ്മളാകെ 2-3 ഐറ്റംസ് എടുത്തിട്ടുള്ളൂ. ഒന്നുമില്ല. ഇതൊക്കെ അങ്ങനെ മേടിക്കും. ഇതൊക്കെ ഇട്ടാൽ ആരാണ് മൊഞ്ചത്തി അല്ലാന്ന് പറയാ അല്ലേ? മൊഞ്ചിന്റെ കൂടുതലല്ലേ ഇത് കണ്ടില്ലേ? മെറുള്ള്. ഹായ് ഡോട്ട്, ഹൗ ഡോട്ട്. അപ്പൊ അതന്നെ ഒരു ഗ്രീനിൽ വരുന്നു, ഡാർക്ക് ഗ്രീനിൽ. എന്താണ് ചേറും കണ്ടോ? ആഹാ, അടിപൊളി. അപ്പോ മക്കളെ, ആവശ്യമുള്ളവർ വേഗം ബുക്ക് ചെയ്തോളേ. ഇവിടെ വന്നിട്ട് സാധനങ്ങൾ എടുത്ത് കൊണ്ടുപോകണമെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് കൊണ്ടുപോവാം. അപ്പൊ മറക്കണ്ട, വോട്ട് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അവരവരുടെ അഭിപ്രായങ്ങള് നമുക്ക് ചോയ്സ്, നമ്മൾ തിരഞ്ഞെടുക്കുന്ന ജനാധിപത്യം അല്ലേ? അപ്പൊ അത് ഇതിനിടെ കൂടെ കുത്തിക്കയറ്റിക്കുന്ന എന്തിനാന്ന് ചോദിക്കും. അവകാശങ്ങളാണ്, അവകാശങ്ങൾ നേടിയെടുക്കാൻ ഓരോ വോട്ടും ഡാഷ് ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചെയ്യാം, നമുക്ക് അങ്ങനത്തെ ഒന്നുമില്ല. അതൊക്കെ പോട്ടെ. അപ്പൊ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ആര് ജയിച്ചാലും അധ്വാനിച്ച് ജീവിക്കണം. ആരും ഇങ്ങോട്ട് കൊണ്ടുവന്ന് തരില്ല. പറഞ്ഞ് ഇങ്ങനെ നടക്കാനും അടുക്കള കയറി നിരങ്ങാനും മുറ്റടിക്കാനും പാത്രം കഴുകാനും മീൻ മറിച്ചിടാനും മീൻ മുറിക്കാനും തേങ്ങ ഇട്ട് തരാനും ഒക്കെ വരും. കയ്യും കാലും എവിടൊക്കെ വേണമെങ്കിൽ പിടിച്ചു തരും. പക്ഷേങ്കില് നമ്മളെ കരയുമ്പോഴോ നമ്മളെ കാര്യങ്ങൾക്കോ അല്ലെങ്കിൽ നമുക്ക് അന്നത്തിനോ നമ്മളെ മക്കളെ വിദ്യാഭ്യാസത്തിനോ മറ്റുള്ള കാര്യത്തിനോ നമ്മൾ അത്യാവശ്യത്തിന് നെട്ടോട്ടോടുമ്പോ വരെ ആരും കാണലില്ല. അപ്പം നമ്മളെ തലക്ക് നമ്മളെ കൈ തന്നെ ഉണ്ടാവുള്ളൂ. അത് ഓർക്കും നല്ലതാണ്. എല്ലാം വേണം ആവശ്യത്തിന്. അപ്പം അധ്വാനിക്കാന് മടിയില്ലാത്തവന് ജീവിക്കാന് ഒരു പ്രശ്നം ഉണ്ടാവില്ല. എവിടെ പോയാലും അധ്വാനിച്ച് ജീവിക്കുന്നവന് ഒരു സങ്കടം ഉണ്ടാവില്ല, ഒരു പ്രശ്നം ഉണ്ടാവില്ല. എല്ലാം ആവശ്യത്തിന് വേണം. അവർക്ക് നമ്മളും വേണം, നമുക്ക് അവരും വേണം അല്ലെ? അത് വേറെ. അപ്പൊ മറക്കണ്ട, ഓരോ സ്ത്രീയും ഇനി മുതൽ 2026 വരുന്നത്. ഓരോ സ്ത്രീയും, എന്നെ കാണുന്ന എന്റെ വീഡിയോ ശ്രമിക്കുന്ന ഓരോ പെണ്ണും ഇനി അടുത്ത വർഷം മുതൽ ഓരോ ബിസിനസ്സുകാരിയായിട്ട് മുന്നോട്ട് വരിക. കുറച്ചാണെങ്കിൽ കുറച്ച് അവനാന്റെ കുടിലിരുന്ന് ചെയ്യുക. 10 രൂപയാണ് 10 രൂപ. 10 രൂപ നിങ്ങൾ സമ്പാദിച്ചാലും മതി. 10 രൂപ നിങ്ങൾ ചെയ്തില്ലേ, സമ്പാദിച്ചില്ലേ, അപ്പൊ നിങ്ങളെ മനസ്സിലെന്ത് വരും? നാളെ ഇത് പോരാ, 20 രൂപ വേണം. മാത്രമല്ല നിങ്ങൾക്ക് എന്ത് തോന്നും? ഒരു കോൺഫിഡൻസ് ജീവിതത്തിനോട് തോന്നും. അപ്പം അതൊക്കെ വരുന്നത് എങ്ങനെയാണ്? നമ്മൾ ഒരു 10 രൂപ സമ്പാദിച്ചതിലൂടെ. അതെങ്ങനെ? ഒരു ജോലി ചെയ്തിട്ടോ ഒരു ബിസിനസ് ചെയ്തിട്ടോ. ജോലി എപ്പോഴും ഞാൻ പറയുന്നതാണ്, ജോലി ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ഒരാളെ കീഴിലാണ് വർക്ക് ചെയ്യുന്നത്. നമുക്ക് സ്വാതന്ത്ര്യം ഇല്ല ഒരു രീതിയിലും. അതേസമയം നമ്മൾ ഒരു കടലൊക്കെ മാത്രം ആണെങ്കിൽ പോലും വറുത്തിട്ട് നമ്മൾ പാക്ക് ചെയ്ത് വിൽക്കുന്നുണ്ടോ, അത് നമ്മളൊരു ഒരു ബിസിനസ് ചെയ്യാണ്. ചെറുതാണെങ്കിൽ പോലും നമുക്ക് അതിന്റെ ഫ്രീഡം ഉണ്ട്, നമുക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് അതിന്റെ ഒരു സുഖമുണ്ട് ആ ബിസിനസ് ചെയ്യുന്ന. അതിൽ കൂടെ നമുക്ക് വരുമാനവും കിട്ടും. അപ്പൊ അങ്ങനെയുള്ള ഒരു പറയാ ഡെവലപ്പിലേക്ക് വരട്ടെ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു പ്രൊമോഷനും കൂടെ ആണ് ഞാൻ ഇതിലൂടെ പറയുന്നത്. നമ്മുടെ പെൺകുട്ടികള്, നമ്മളുടെ സ്ത്രീകള് ഒരിക്കലും തളരരുത്. ഇനി അടുത്ത വർഷം മുതൽ ടീച്ചറെ കയറി ഓക്കെ എന്നല്ല ഞാൻ പിന്നെ പറയാട്ടോ. അത് നമ്മള് സ്കൂളിലെ ടീച്ചർ വന്നതായിരുന്നു. അതിന് കുറച്ച് വർക്ക് ഉണ്ട് ചെയ്യാൻ തന്നിരുന്നു. എന്താണ് അപ്പൊ കുറച്ച് വർക്ക് കഴിഞ്ഞിട്ട് പോയതാണ്. അപ്പൊ അത് അടിക്കാൻ തന്നിരുന്നു. അവരെ കുറച്ച് അടിച്ച് കൊണ്ടുപോകാനുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ വാങ്ങാൻ വേണ്ടി വന്നത്. അപ്പൊ അവരിട്ട് വർത്താനം പറഞ്ഞു. ഇന്നിപ്പോ കുട്ടിക്കലാശല്ലേ, അപ്പൊ വേഗം പോകണം പറഞ്ഞപ്പോ ഞാൻ ഇതാക്കിയാണ്. അപ്പൊ ഓക്കെ, എല്ലാവരും അഭിപ്രായങ്ങൾ അറിയിക്കാം. ഓക്കെ, തയ്ക്കാനുണ്ടെങ്കിൽ തയ്ക്കാനും നിങ്ങൾക്ക് ഇതിൽ അയച്ചു തരാം. നമ്മൾ കൊറിയറിൽ പിന്നെ നമുക്ക് അഴിച്ചിട്ട് നിങ്ങൾക്ക് വിട്ടു തരും കേട്ടോ. ഓക്കെ.